ഒരുത്തൻ അവിടെ ഇടിക്കാൻ നിവൃത്തിയില്ലാത്തവനും മുട്ടാൻ നിവൃത്തിയില്ലാത്തവനും കൈ നീട്ടും. കൈ നീട്ടുമ്പോൾ പറയും, ഞാൻ ഇടിച്ചാൽ വാങ്ങിച്ചത് നിങ്ങൾ ഇടിച്ച് വാങ്ങിച്ചോളാൻ പറയും. അതെന്താണ്? നമ്മളതിൻ്റെ അത് സ്പെൻഡ് ചെയ്താൽ കൊണ്ടാണ്. ഇതതിൻ്റെ അത് വരുന്ന ഒരു ടെക്നിക്കെന്ന് പറയണത്. കാര്യം ആൾക്കാർ ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്, അങ്ങനെ ഓശാര നീ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് പുഴുങ്ങി തിന്നണ്ട. ഇതാണ് നിലപാട്. ഉടമ്പടിയിൽ വരുമ്പോൾ ഈ എല്ലാവരുടെ മനസ്സിലിരിക്കുന്ന ഒരു രഹസ്യ നിലപാടെന്ന് പറയണത്, ദാനം ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ചാണ് ഇവിടം വരെ എത്തിയത്. നീയും അതുപോലെ. അപ്പോൾ ഒരു നീതിബോധം അതിൻ്റെ അകത്തുണ്ട്, ഒരു നീതിബോധമുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ നീതിയല്ല. ദൈവത്തിൻ്റെ നീതി ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ പറയും അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവനൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ കൊടുത്താലേ, നമ്മൾ കൊടുക്കണത് കൊണ്ട് വേറെ ആൾക്കാർ പോയി വെള്ളമടിക്കുകയുള്ളെന്ന് പറയും. അത് നമ്മളെ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പറയണതാണ്. നമ്മൾ ധർമ്മക്കാർക്ക് ചില ആൾക്കാർ പൈസ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയാം, നമ്മൾ കൊണ്ട് വെള്ളം അടിക്കുമെന്നും. അപ്പോൾ ഈ ഒക്കെ CBI അന്വേഷണമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അയാൾ വെള്ളം അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇതൊന്നുമല്ല, പുള്ളിക്കത് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈശോ എന്താ പറയുക വെച്ചാൽ, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. നോൻപ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.